ഐ ക്ലീൻ ദ റൂം എന്ന് പറയുമ്പോഴും ഐ ഹാവ് ക്ലീൻ ദ റൂം എന്ന് പറയുമ്പോഴും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? സിമ്പിൾ പാസ്റ്റ് ടെൻസ് നമുക്കറിയാം, പാസ്റ്റ് ആക്ഷനെ കുറിച്ച് പറയുന്ന ടെൻസ് ആണ്. പാസ്റ്റിൽ തുടങ്ങി പാസ്റ്റിൽ അവസാനിക്കുന്ന ആക്ഷൻസിനെ കുറിച്ച് പറയുന്ന ടെൻസ് ആണ് സിമ്പിൾ പാസ്റ്റ് ടെൻസ് എന്ന് പറയുന്നത്. കുറച്ച് എക്സാമ്പിൾസ് പറയുകയാണെങ്കിൽ, ഐ മെറ്റ് എ ചൈൽഡ്ഹുഡ് ഫ്രണ്ട് യെസ്റ്റർഡേ. ഞാൻ എൻ്റെ ഒരു ചൈൽഡ്ഹുഡ് ഫ്രണ്ടിനെ ഇന്നലെ കണ്ടുമുട്ടി, അല്ലെങ്കിൽ ഇന്നലെ കണ്ടു. പാസ്റ്റിലെ ഒരു കാര്യമാണ് പറയുന്നത്. മറ്റൊരു എക്സാമ്പിൾ ആണ്, ഐ വെന്റ് ടു ദ സൂപ്പർ മാർക്കറ്റ് യെസ്റ്റർഡേ. ഞാൻ ഇന്നലെ സൂപ്പർ മാർക്കറ്റിൽ പോയി. സാം കുക്ക്ഡ് എ ടേസ്റ്റി ഡിന്നർ യെസ്റ്റർഡേ. സാം ഇന്നലെ ഒരു ടേസ്റ്റി ആയിട്ടുള്ള ഡിന്നർ കുക്ക് ചെയ്തു. ഐ വാഷ്ഡ് ദ ഡിഷസ്. ഞാൻ പാത്രങ്ങൾ കഴുകി. ഷീ പ്ലേസ്ഡ് എ ബുക്ക് ഓൺ ദ ടേബിൾ. അവൾ ഒരു ബുക്ക് ടേബിളിൽ വെച്ചു. ഐ ടുക്ക് യുവർ പെൻ ബൈ മിസ്റ്റേക്ക്. ഞാൻ നിന്റെ പേന അറിയാതെ എടുത്തു. ഇവിടെയൊക്കെ നമ്മൾ കണ്ടു വെർബിന്റെ ഫോം ടുക്ക്, മെറ്റ്, കുക്ക്ഡ്, ഇങ്ങനെ പാസ്റ്റ് ടെൻസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. പാസ്റ്റിലെ ഒരു ആക്ഷൻ ആണ് ഈ ഒരു ടെൻസ് പറയുന്നത്. അല്ലെങ്കിൽ പ്രസന്റ് കണ്ടീഷനുമായിട്ട് അല്ലെങ്കിൽ ടൈമുമായിട്ട് ഈ ഒരു ടെൻസിന് യാതൊരു ബന്ധവും ഇല്ല. ഇനി പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിലേക്ക് വരാം. പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് എന്ന് പറയുന്നത് പാസ്റ്റ് ടൈമിനെ പ്രസന്റ് ടൈമുമായിട്ട് ലിങ്ക് ചെയ്യുന്ന അല്ലെങ്കിൽ കണക്ട് ചെയ്യുന്ന ഒരു ടെൻസ് ആണ്. ആക്ഷൻ ചിലപ്പോൾ പാസ്റ്റിലായിരിക്കാം കഴിഞ്ഞത്. അങ്ങനെ ഒരു ആക്ഷൻ സംഭവിച്ചു എന്നതിനല്ല ഈ ഒരു ടെൻസിൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അങ്ങനെ ഒരു ആക്ഷൻ കഴിഞ്ഞതിന് ശേഷമുള്ള പ്രസന്റിലുള്ള റിസൾട്ടിന് അല്ലെങ്കിൽ എഫക്റ്റിന് അല്ലെങ്കിൽ കോൺസിക്വൻസസിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ആക്ഷൻ പാസ്റ്റിൽ കഴിഞ്ഞതായിരിക്കാം, അതിന്റെ റിസൾട്ട് അല്ലെങ്കിൽ എഫക്റ്റ് അല്ലെങ്കിൽ കോൺസിക്വൻസസ് നമ്മൾ പ്രസന്റിലും അനുഭവിക്കുന്നു അല്ലെങ്കിൽ ഉണ്ടാവുന്നുണ്ടെങ്കിൽ അത്തരം ആക്ഷൻസിനെ അല്ലെങ്കിൽ സ്റ്റേറ്റ്സുകളെ കുറിച്ച്, മെന്റൽ സ്റ്റേറ്റ്സുകളെ കുറിച്ച് പറയാനുള്ള ടെൻസ് ആണ് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് എന്ന് പറയുന്നത്. അപ്പോൾ എപ്പോഴും ഓർക്കേണ്ടത്, പാസ്റ്റ് ടു പ്രസന്റിനെ കവർ ചെയ്തുകൊണ്ടാണ് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ഒരു കാര്യം പറയുന്നത്. അതുപോലെ സിമ്പിൾ പ്രസന്റ് ടെൻസിൽ പാസ്റ്റിലെ ടൈമുകളാണ് ഉണ്ടാവുക. അതായത് യെസ്റ്റർഡേ, 2 days ബിഫോർ, ലാസ്റ്റ് മന്ത്, ലാസ്റ്റ് ഇയർ, അങ്ങനെ കഴിഞ്ഞ ടൈം പീരീഡുകളാണ് ഉപയോഗിക്കുന്നത്. എന്നാൽ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിൽ കഴിഞ്ഞു പോയ ടൈമിനെ ആഡ് ചെയ്യാൻ പാടില്ല. അതുപോലെ ടൈം ഇല്ലെങ്കിലും പ്രശ്നമില്ല, ഉപയോഗിക്കുന്ന ടൈം അൺഫിനിഷ്ഡ് ടൈം ആയിരിക്കണം. ഫോർ എക്സാമ്പിൾ, ടുഡേ, ദിസ് വീക്ക്, ദിസ് ഇയർ, ദിസ് മന്ത്, ഇതൊന്നും കഴിഞ്ഞു പോയിട്ടില്ല. അപ്പൊ ഇങ്ങനെയുള്ളൊരു ടൈം പീരീഡ് ആയിരിക്കണം പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിനോടൊപ്പം ഉപയോഗിക്കേണ്ടത്. ആദ്യത്തെ എക്സാമ്പിൾ എന്ന് പറയുന്നത്, ഐ ഹാവ് ലിവ്ഡ് ഇൻ ദിസ് സിറ്റി ഫോർ 5 years. ഞാൻ ഈ സിറ്റിയിൽ 5 വർഷമായിട്ട് താമസിക്കുന്നു. ഇപ്പോഴും അവിടെ തന്നെയാണ് താമസിക്കുന്നത്. അപ്പോൾ 5 വർഷങ്ങൾക്ക് മുന്നേ സ്റ്റാർട്ട് ചെയ്ത ഒരു കാര്യം ഇപ്പോഴും അതുപോലെ കണ്ടിന്യൂ ചെയ്യുന്നു എന്ന് പറയാൻ നമ്മൾ ഈ ഒരു ടെൻസ് ഉപയോഗിക്കുന്നു. ഐ ഹാവ് ലിവ്ഡ് ഇൻ ദിസ് സിറ്റി ഫോർ 5 years. ഇവിടെ നമ്മൾ ഫോർ ഉപയോഗിച്ചു, അതൊരു കാലയളവിനെ സൂചിപ്പിക്കുന്നു. അതല്ലാതെ നമുക്ക് ഐ ഹാവ് ലിവ്ഡ് ഇൻ ദിസ് സിറ്റി സിൻസ് 2020 എന്നും പറയാം. സിൻസ് എന്ന് പറയുന്നത് ഒരു പോയിന്റിനെ സൂചിപ്പിക്കുന്നു. 2020 മുതൽ ഞാനിവിടെ താമസിച്ചു വരുന്നു അല്ലെങ്കിൽ താമസിക്കുന്നു. സിൻസ് എന്ന് പറയുന്നത് ഒരു പോയിന്റിനെ കാണിക്കുന്നു. ഫോർ എന്ന് പറയുന്നത് ഒരു കാലയളവിനെ കാണിക്കുന്നു, 5 വർഷത്തോളമായിട്ട് എന്ന് പറയും. അപ്പോൾ ഈ ഒരു ടെൻസ് എന്ന് പറയുന്നത് നമ്മളുടെ പാസ്റ്റ് മുതൽ ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്ന അവസ്ഥയെ വരെ കാണിക്കുന്നുണ്ട്. അതുപോലെ മറ്റൊരു എക്സാമ്പിൾ ആണ്, ഐ ഹാവിൻറ്റ് സീൻ ഹിം ദിസ് വീക്ക്. ദിസ് വീക്ക് എന്ന് പറയുന്നത് കഴിഞ്ഞിട്ടില്ല. ഐ ഹാവിൻറ്റ് സീൻ ഹിം ദിസ് വീക്ക്. ഞാൻ അവനെ ഈ ഒരാഴ്ചയിൽ കണ്ടിട്ടില്ല. ആ കാണാത്ത അവസ്ഥ ഇപ്പോഴും ഇതുവരെ ഈ ഒരാഴ്ചയിൽ ഇതുവരെ കണ്ടിന്യൂ ചെയ്യുന്നു. ഇനി ചിലപ്പോൾ കാണാം അല്ലെങ്കിൽ കാണാതിരിക്കാം, പക്ഷെ ഈ പറയുന്ന നിമിഷം വരെ ഞാൻ അവനെ കണ്ടിട്ടില്ല എന്നുള്ള അവസ്ഥ ഇപ്പോഴും തുടരുന്നു. അതുപോലെ നമ്മൾക്ക് ഈ ഒരു ടെൻസ് ഉപയോഗിച്ചുകൊണ്ട് നമ്മളുടെ ലൈഫ് എക്സ്പീരിയൻസുകൾ പറയാവുന്നതാണ്. അതിനോടുകൂടി എക്സാക്ട് ടൈം കാണിക്കണമെന്ന് നിർബന്ധമില്ല. ഫോർ എക്സാമ്പിൾ, ഐ ഹാവ് ട്രാവൽ ടു പാരീസ് 3 times. എൻ്റെ ഇതുവരെയുള്ള ജീവിത കാലയളവിൽ ഞാൻ 3 തവണ പാരീസിലേക്ക് പോയിട്ടുള്ളൊരു ലൈഫ് എക്സ്പീരിയൻസ് എനിക്കുണ്ട്. അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുകയാണെങ്കിൽ, ഹാവ് യു എവർ മെറ്റ് എ സെലിബ്രിറ്റി? ഇതുവരെയുള്ള ജീവിത കാലയളവിൽ നിങ്ങൾ ഒരു സെലിബ്രിറ്റിയെ കണ്ടിട്ടുണ്ടോ? അതുപോലെ നമ്മൾക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു എക്സാമ്പിൾ ആണ്, ഐ ക്ലീൻ ദ റൂം എന്ന് പറയുമ്പോൾ ഞാൻ ആ റൂം വൃത്തിയാക്കി. വൃത്തിയാക്കുക എന്നുള്ള ആക്ഷൻ ആണ് അവിടെ ഇമ്പോർട്ടൻറ്റ് കൊടുക്കുന്നത്. പാസ്റ്റിൽ കഴിഞ്ഞൊരു ആക്ഷൻ ആണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ആ ഒരു വൃത്തിയാക്കലിന് ശേഷം ആ റൂം പിന്നീട് ആരെങ്കിലും മെസ്സാക്കിയിട്ടുണ്ടോ ഇല്ലേ എന്നൊന്നും ആ ഒരു സെന്റൻസിൽ പറയുന്നില്ല. ഞാൻ
ആ റൂം വൃത്തിയാക്കി എന്നത് മാത്രമാണ് ആ ഒരു ടെൻസ് അല്ലെങ്കിൽ സെന്റൻസ് പറയുന്നത്. ഐ ഹാവ് ക്ലീൻ ദ റൂം എന്ന് പറയുമ്പോൾ ഞാൻ ആ റൂം വൃത്തിയാക്കിയിട്ടുണ്ട്, അത് പാസ്റ്റിൽ കഴിഞ്ഞൊരു ആക്ഷനാണ്. അതിനല്ല ഈ ഒരു ടെൻസ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അതിനുശേഷം നടക്കുന്ന കോൺസിക്വൻസസിന് അല്ലെങ്കിൽ എഫക്റ്റിനാണ്. ആ ഒരു റൂം വൃത്തിയാക്കിയിട്ടുണ്ട്, ആ റൂം ഇപ്പോഴും ക്ലീൻഡ് ആണ്, അത് അതേ അവസ്ഥയിൽ തന്നെ ഇപ്പോഴും തുടരുന്നു. ഞാൻ എപ്പോഴാണോ ഐ ഹാവ് ക്ലീൻ ദ റൂം എന്ന് പറയുന്നത് ആ സമയത്തും ആ റൂം വൃത്തിയായി തന്നെ കണ്ടിന്യൂ ചെയ്യുന്നു, വൃത്തിയായ കണ്ടീഷനിലാണ് ഉള്ളത്. അതുപോലെ ആർക്കെങ്കിലും ആ റൂം യൂസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യാവുന്നതാണ്. ആ ക്ലീൻഡ് എന്നുള്ള അവസ്ഥയിൽ തന്നെയാണ്, അല്ലെങ്കിൽ അതിന്റെ എഫക്റ്റ് ആണ് ക്ലീൻഡ് എന്നുള്ള അവസ്ഥയിൽ തന്നെ ആ ഒരു റൂം നിലനിൽക്കുന്നു എന്നുള്ളത്. മറ്റൊരു എക്സാമ്പിൾ ആണ് ഐ ഹാവ് ലോസ്റ്റ് മൈ ഫോൺ. എനിക്ക് എൻ്റെ ഫോൺ നഷ്ടപ്പെട്ടിട്ടുണ്ട്, ഇപ്പോഴും ഞാൻ അതേ നിലയിൽ തന്നെ തുടരുന്നു, എനിക്ക് ആ ഫോൺ തിരിച്ചു കിട്ടിയിട്ടില്ല, അല്ലെങ്കിൽ ഫോൺ ഇല്ലാത്തതിൻ്റെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും എല്ലാം ഞാൻ അനുഭവിക്കുന്നു. ഐ ഹാവ് ലോസ്റ്റ് മൈ ഫോൺ. ആ ഒരു തിരിച്ചു കിട്ടാത്ത, അല്ലെങ്കിൽ സ്റ്റിൽ ആ ഫോണ് മിസ്സിംഗ് ആണ്, എനിക്ക് ആ ഫോൺ തിരിച്ചു കിട്ടിയിട്ടില്ല. ഐ ലോസ്റ്റ് മൈ ഫോൺ എന്ന് പറഞ്ഞാൽ ഫോൺ കളഞ്ഞു പോയി എന്നുള്ള ഒരു പാസ്റ്റിലെ ആക്ഷൻ മാത്രമാണ് ഉദ്ദേശിക്കുന്നത്. ഐ ഹാവ് ലോസ്റ്റ് മൈ ഫോൺ എന്ന് പറഞ്ഞാൽ എൻ്റെ ഫോൺ പോയിട്ടുണ്ട്, ഇപ്പോഴും തിരിച്ചു കിട്ടിയിട്ടില്ല, ഞാനിപ്പോഴും ഫോൺ ഇല്ലാത്തൊരു അവസ്ഥയിൽ തന്നെയാണ് കണ്ടിന്യൂ ചെയ്യുന്നത്, അല്ലെങ്കിൽ ആ ഒരു പോയതിന്റെ എഫക്റ്റ് ഞാൻ ഇപ്പോഴും അനുഭവിക്കുന്നുണ്ട്. അതുപോലെ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിൽ ഉപയോഗിക്കുന്ന ചില ആഡ്വർബ്സ് ആണ് അല്ലെങ്കിൽ വേർഡ്സ് ആണ് യെറ്റ്, സ്റ്റിൽ, സിൻസ്, ഫോർ, എവർ, നെവർ, ഓൾറെഡി, എക്സെട്ര. ഫോർ എക്സാമ്പിൾ, നമ്മളോട് ഒരാൾ ചോദിക്കുകയാണ് ഡിന്നർ കഴിക്കല്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ നമ്മൾ പറയാണ് നോ, ഐ ഹാവ് ഓൾറെഡി ഈറ്റൺ ഡിന്നർ. ഐ ഹാവ് ഓൾറെഡി ഈറ്റൺ ഡിന്നർ എന്ന് പറഞ്ഞാൽ ഞാൻ ഓൾറെഡി ഫുഡ് കഴിച്ച നിലയിലാണ്, ഇനി എനിക്ക് വയറിൽ സ്പേസ് ഇല്ല, ഞാൻ ഓൾറെഡി ഫുഡ് കഴിച്ചു, ഞാൻ ഒരു ഡിന്നർ അല്ലെങ്കിൽ ഫുഡ് കഴിക്കാൻ സ്പേസ് ഇല്ല. അപ്പോൾ നമ്മൾ എന്താണ്, ആ ഒരു ഫുഡ് കഴിച്ച നിലയിൽ തന്നെ നമ്മളിപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നു, ആ വിശപ്പില്ലാത്ത അവസ്ഥയിൽ നമ്മളിപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നു. അല്ലെങ്കിൽ ഐ ഹാവ് ഓൾറെഡി സീൻ ദാറ്റ് മൂവി. നമ്മളെ ആരെങ്കിലും ഒരു ന്യൂ റിലീസ് ഫിലിമിനെ വിളിക്കുന്നു, അപ്പോൾ നമ്മൾ പറയാണ് ഐ ഹാവ് ഓൾറെഡി സീൻ ദാറ്റ് മൂവി. ഈ വിളിക്കുന്നതിന് മുന്നേ നമ്മളത് കണ്ടിട്ടുണ്ട്, അപ്പോൾ ഇനി നമുക്ക് ആ ഫിലിം കാണേണ്ട, അല്ലെങ്കിൽ കാണേണ്ട കാര്യമില്ല, ഞാൻ ഓൾറെഡി കണ്ടിട്ടുണ്ട്. അല്ലെങ്കിൽ നെവർ ഉപയോഗിച്ചുകൊണ്ട് പറയാം ഐ ഹാവ് നെവർ സീൻ ദാറ്റ് മൂവി. ഏതെങ്കിലും ഒരു സിനിമയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ഇതുവരെ ആ ഒരു സിനിമ കണ്ടിട്ടില്ല, ഐ ഹാവ് നെവർ സീൻ ദാറ്റ് മൂവി. ഇനി നമുക്ക് സിമ്പിൾ പാസ്റ്റ് ടെൻസും പ്രസന്റ് പെർഫെക്റ്റ് ടെൻസും തമ്മിലുള്ള ഡിഫറൻസ് കാണിക്കാൻ ഒന്നോ രണ്ടോ എക്സാമ്പിൾസ് കൂടെ നോക്കാം. ഐ വിസിറ്റഡ് പാരീസ് ലാസ്റ്റ് ഇയർ. ഞാൻ കഴിഞ്ഞ വർഷം പാരീസ് വിസിറ്റ് ചെയ്തു. ഐ ഹാവ് വിസിറ്റഡ് പാരീസ് 3 times. എൻ്റെ ഇതുവരെയുള്ള ടൈമിൽ ഞാൻ 3 തവണ പാരീസ് വിസിറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു ലൈഫ് എക്സ്പീരിയൻസ് ആണ് നമ്മൾ പറയുന്നത്. അതുപോലെ ഇനിയും വിസിറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും ഇതുവരെയുള്ള കാലയളവിൽ ഞാൻ 3 തവണ വിസിറ്റ് ചെയ്തിട്ട് ഉണ്ട്. ഷീ ലോസ്റ്റ് ഹെർ ഫോൺ യെസ്റ്റർഡേ. അവൾക്ക് അവരുടെ ഫോൺ ഇന്നലെ നഷ്ടപ്പെട്ടു. ഇങ്ങനെ പറയുമ്പോൾ നമുക്ക് പീരിയഡ്സ് കൂടെ പറയാവുന്നതാണ്. ഷീ ഹാസ് ലോസ്റ്റ് ഹെർ ഫോൺ ദിസ് വീക്ക്, അല്ലെങ്കിൽ ദിസ് മന്ത്, ദിസ് ഇയർ. ഷീ ഹാസ് ലോസ്റ്റ് ഹെർ ഫോൺ ദിസ് മന്ത്. ഈ മാസമാണ് അവളുടെ ഫോൺ നഷ്ടപ്പെട്ടത്, അതിന്റെ എഫക്റ്റ് ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നു, അതായത് ആ ഫോൺ ഇപ്പോഴും തിരിച്ചു കിട്ടിയിട്ടില്ല. അപ്പോൾ ഒരു അൺഫിനിഷ്ഡ് ടൈം എപ്പോഴും ഈ ഒരു ടെൻസിൽ ഉപയോഗിക്കുക. അല്ലെങ്കിൽ ഷീ ഹാസ് ലോസ്റ്റ് ഹെർ ഫോൺ ടുഡേ. വി മെറ്റ് ഇൻ 1995. 1995 ഞങ്ങൾ കണ്ടു. ഐ ഹാവിൻ സീൻ ഹെർ സിൻസ് ജാനുവരി. ഇപ്പോൾ മാസം ഡിസംബർ ആണ്, അപ്പോൾ ജാനുവരി മുതൽ ഈ ഒരു പറയുന്ന നിമിഷം വരെ ഞാൻ അവളെ കണ്ടിട്ടില്ല. അതുപോലെ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ഉപയോഗിച്ച് നമുക്ക് റീസെന്റ് കഴിഞ്ഞ പാസ്റ്റ് ആക്ഷൻസിനെ കുറിച്ച് പറയാം. ഷീ ഹാസ് ജസ്റ്റ് ഈറ്റൺ ലഞ്ച്. ഷീ ഹാസ് ഈറ്റൺ ലഞ്ച് എന്ന് പറഞ്ഞാൽ തന്നെ ഫുഡ് കഴിച്ച അതേ അവസ്ഥയിൽ അവൾ കണ്ടിന്യൂ ചെയ്യുന്നു എന്നത് തന്നെയാണ്. ഷീ ഹാസ് ജസ്റ്റ് ഈറ്റൺ ലഞ്ച് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് എന്ന് പറയുന്നത് ആ ഒരു കാര്യത്തിന് ഒന്നും കൂടെ ഊന്നൽ കൊടുക്കുന്നതിന് അല്ലെങ്കിൽ എംഫസൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ജസ്റ്റ് എന്ന് ഉപയോഗിച്ച്, ഇപ്പൊ കഴിഞ്ഞിട്ടേ ഉള്ളൂ എന്ന് പറയുന്നതിന് വേണ്ടിയിട്ട്. അല്ലെങ്കിൽ ഒരു ഓഫീസ് എൻവയോൺമെന്റിലൊക്കെ ചോദിക്കുകയാണ് ഹാസ് ഷീ ഫിനിഷ്ഡ് ദ ടാസ്ക്. അവൾ ആ ടാസ്ക് ചെയ്തിട്ടുണ്ടോ? അപ്പോൾ നമ്മൾ ആൻസർ പറയാണ് ഐ ഹാവ് ഓൾറെഡി ഫിനിഷ്ഡ് ദ ടാസ്ക്. ഞാൻ അവർ ചോദിക്കുന്നതിന് മുന്നേ ആ ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ റീസെന്റ് നടന്ന പാസ്റ്റ് ആക്ഷൻ ആണ്. അതുപോലെ നമ്മൾ പറയുന്നത് ഹി ഹാസ് ജസ്റ്റ് അറൈവ്ഡ്. അവൻ ഇപ്പം വന്നിട്ടേ ഉള്ളൂ, ഇതുവരെ അവിടെ ഇല്ലായിരുന്നു. ഹി ഹാസ് ജസ്റ്റ് അറൈവ്ഡ്, അവൻ ഇപ്പം വന്നിട്ടേ ഉള്ളൂ. നിങ്ങൾക്ക് സിമ്പിൾ പാസ്റ്റ് ടെൻസും അതുപോലെ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു.